തിരുസഭ 77. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് മെയ് മാസം 13-ാം തീയതി നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പരിശുദ്ധ കന്യകാമറിയം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 100-ാമത്തെ വാർഷികമാണ് മെയ് മാസം 13-ാം തീയതി. 1917 മെയ് മാസം 13-ാം തീയതിയാണ് 3 കുഞ്ഞുങ്ങൾക്ക്, ജസീന്ത, ഫ്രാൻസിസ്കോ, ലൂസി എന്ന 3 കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് നിരന്തരമായ 6 മാസക്കാലം വരെ എല്ലാ 13-ാം തീയതികളിലും പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് ലോകത്തിന് വേണ്ട വളരെ നിർണായകമായ സന്ദേശങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ വാർഷികം നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. ഈ ദിവസത്തെ പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവിക ഇടപെടലിൻ്റെയും ഒരു ദിവസമാണ് ഈ ദിവസം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഫാത്തിമയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളത്. വളരെ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. സാത്താൻ്റെ കോട്ടകളെ തകർക്കുന്ന വെടിയുണ്ടകളാണ് നമ്മൾ ജപമാലയിൽ ചെല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശം ജപമാല പ്രാർത്ഥനയിലൂടെ അന്ധകാര ശക്തികളുടെ തല തകരുന്ന വലിയ ശക്തിയുള്ള ദൈവിക ഇടപെടലാണ് സംഭവിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ 2-ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള സന്ദേശം. ലോകം മുഴുവനുള്ള പാപികൾക്ക് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. നമ്മൾ ഉൾപ്പെടുന്നവരാണല്ലോ പാപികൾ. എല്ലാ പാപത്തിൻ്റെ ചേറ്റിൽ നിന്നും കരകയറാൻ സാധിക്കാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് സന്ദേശം നൽകിയിട്ടുണ്ട്. ഇനി 3-ാമതായി പരിശുദ്ധൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തെ നമ്മൾ ഉൾപ്പെടെ ഇന്ന് അനേകർ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാപം ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ ഏറ്റെടുക്കാതെ പരിശുദ്ധാത്മാവ് കൂടുതൽ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച് ജീവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമ്മളോട് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ വിളിക്കുകയാണ്. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിനെതിരായി ചെയ്യപ്പെടുന്ന എല്ലാ തിന്മകൾക്കും നമ്മളേലൊക്കെ പറ്റുന്ന പരിഹാരം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി 4-ാമത്തെ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ സഹനങ്ങളും എളിമയോടും ക്ഷമയോടും കൂടെ സഹിക്കുക എന്നുള്ളത്. എളിമയോടും ക്ഷമയോടും കൂടെ എല്ലാ സഹനങ്ങളും ക്ഷമിച്ച് സഹിച്ച് ലോകത്തെമ്പാടുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ദൈവപിതാവിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ തിന്മകൾക്കെതിരായി പരിഹാരം ചെയ്ത് നമ്മുടെ സഹനങ്ങളൊക്കെ കാഴ്ചവെക്കുക എന്ന് പരിശുദ്ധം വിളിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകത്തെമ്പാട് ഏതാണ്ട് 1 മില്യൺ ആൾക്കാർ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മളെ ഓരോരുത്തരെ സമർപ്പിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശമാണ് ലോകം മുഴുവനെയും, നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങൾക്കുള്ള സർവ്വതും എൻ്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുക എന്നുള്ളത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഇന്ന് 1 മില്യണോളം ആൾക്കാരോളം ലോകം മുഴുവനും ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമ്മളും ഈ സമർപ്പണത്തിൽ പങ്കുചേരുന്നത് വലിയ അനുഗ്രഹപ്രദമാണ്. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മളെ സമർപ്പിക്കുക. നിങ്ങൾ ഗൂഗിളിൽ കോൺസക്രേഷൻ ടു ദി ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി എന്നടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാർത്ഥന നമുക്ക് കിട്ടും. ആ പ്രാർത്ഥന നമുക്ക് ഇന്ന് പ്രത്യേകം ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവിക ഇടപെടലാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ഇത് ഒരുക്കത്തോടു കൂടി നമ്മൾ ചെല്ലണം. 3 തരത്തിലാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഒന്ന്, ഈ ദിവസം ഇന്ന് സാധിക്കുന്നവരൊക്കെ ഏതെങ്കിലും വൈദികരുടെ അടുത്ത് പോയി കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച് വിശുദ്ധീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പോ വിശുദ്ധ കുർബാന സ്വീകരിച്ച് യോഗ്യതയോടുകൂടി
നമ്മൾ വിശുദ്ധ ബലി അർപ്പിച്ച് കുർബാന സ്വീകരിക്കണം. അതിനുശേഷം നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം. നമ്മുടെ സ്ത്രീത്വയ്ക്കതയുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം. ഇനി നാലാമതായി ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മളെ ഈശോയ്ക്ക് സമർപ്പിക്കണം. അങ്ങനെ 4 കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ വലിയ ദൈവിക അനുഗ്രഹം ഇടപെടലാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദിവസം അല്പസമയം നമ്മളെടുത്ത് നമ്മൾ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ വലിയ ദൈവാനുഭവത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമുക്കുള്ള സർവ്വതും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് സംരക്ഷണവും അനുഗ്രഹവും പ്രാപിക്കാൻ സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കും, എന്തിനാ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതെന്ന്. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറഞ്ഞിരുന്ന ഇപ്രകാരമാണ്: വളരെ ചെളി പിടിച്ച ഇല്ലെങ്കിൽ വളരെ അശുദ്ധമായ ഒരു കാലിത്തൊഴുത്തിലെ പുൽക്കൂട് ഈശോയ്ക്ക് വസിക്കുവാൻ യോഗ്യമായ ഈശോയുടെ ഒരു ഭവനമായി വാസസ്ഥലമാക്കി പരിശുദ്ധ അമ്മ മാറ്റി. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഇപ്രകാരമാണ്: നമ്മുടെയൊക്കെ പാപമംഗലമായ ഹൃദയത്തെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ പാപമംഗലമായ ഹൃദയത്തിൻ്റെ ആ ചെളിപുരണ്ട ഹൃദയത്തെ ഈശോയ്ക്ക് വസിക്കുവാൻ യോഗ്യമായൊരു ഹൃദയമായി പരിശുദ്ധ അമ്മ മാറ്റി ഈശോയുടെ ഹൃദയത്തിൽ നമ്മളെ സമർപ്പിക്കുമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പാപമില്ലാതെ ജീവിച്ച പരിശുദ്ധ അമ്മ ഈശോയുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ മരണനിമിഷം വരെ ഈശോയോട് ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മ, വിശുദ്ധിയിൽ ജീവിച്ച പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുന്ന എല്ലാം ഈശോ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കും എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചവളും ദൈവവചനത്തെ ഉദരത്തിൽ വഹിച്ചവളുമായ പരിശുദ്ധ അമ്മ ഇന്ന് ഈ ലോകത്ത് ജീവിച്ച് യേശുക്രിസ്തുവിലേക്ക് നമ്മളെല്ലാവരെയും നിരന്തരമായ സന്ദേശങ്ങളോട് പ്രത്യക്ഷപ്പെടലിലൂടെ നയിക്കുമ്പോൾ പരിശുദ്ധ കന്യകാ മറിയത്തോട് ചേർന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് വലിയ അനുഗ്രഹമാണ്. നമ്മുടെ പാപമംഗലമായ ഹൃദയത്തെ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയോട് ചേർത്ത്, അമ്മയുടെ പ്രാർത്ഥനകളോട് ചേർത്ത് ദൈവപുത്രനെ വസിക്കാൻ യോഗ്യമായ ഹൃദയമാക്കി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് നമ്മളെല്ലാവരെയും അല്പസമയം ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ പ്രതിഷ്ഠാ ജപം ചൊല്ലി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസം മെയ് മാസം 13-ാം തീയതി വലിയ അനുഗ്രഹമാക്കി മാറ്റാം. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് അനന്തമായ യോഗ്യത നമ്മൾക്കെല്ലാവർക്കും എന്നും ദൈവപിതാവിൻ്റെ കരുണയിൽ ലഭിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.